ഇന്ന് വൈകിട്ട് 3 മണിക്ക്, ഇന്ന് വൈകിട്ട് 3 മണിക്ക്, ഇന്ന് വൈകിട്ട് 3 മണിക്ക്. വേമ്പാ വേമ്പാ വേമ്പാ. ഇന്ന് വൈകിട്ട് 3 മണിക്ക്, ഇന്ന് വൈകിട്ട് 3 മണിക്ക്, ഇന്ന് വൈകിട്ട് 3 മണിക്ക്, ഇന്ന് വൈകിട്ട് 3 മണിക്ക്. ഇന്ന് വൈകിട്ട് 3 മണിക്ക് നിന്റെ ശവടക്കാണോ? ഇവിടെ കൊണ്ടൊന്ന് വിളിച്ചു പോകാനായിട്ട്. ശരിയാക്കി തരാം. നീ ആരാ? കോടികളുടെ ബിസിനസ് നടത്തുന്ന വിജയൻ. ഈ വിജയനെ ഇവിടെ നിർത്തിയേക്കണത് ആരാ? മുതലാളി ആണല്ല. എടാ ഇവിടെ നിന്ന് വിൽക്കാനല്ല നിന്നെ ഇവിടെ പണിക്ക് നിർത്തിയേക്കണത്. ഫീൽഡ് വർക്ക് നടന്ന് വിൽക്കണം, എന്നാലേ സെയിൽ ഉണ്ടാവുള്ളൂ. മുതലാളി ഞാനിപ്പോ നടന്ന് വിറ്റാലും ഇത് നടന്ന് വന്നവർക്ക് വിറ്റാലും സെയിം അല്ലേ? ഇവനെ ഫീൽഡ് ഔട്ട് ആക്കേണ്ടി വരുമെന്ന് തോന്നണത്. എടാ പോയി നടന്ന് വിൽക്കടാ. ഈ നട്ടുച്ച നേരത്ത് ഞാൻ ഈ വെയിലത്ത് നടക്കണ്ട മുതലാളി. ഇതെന്താ പട്ടാപ്പകല് 11 മണിക്കാണാ കണിയും കൊണ്ട് നടക്കണത്? എന്റെ പൊന്നിച്ചേട്ടൻ ഏത് ലോകത്താ ജീവിക്കണം? രാത്രി 10 മണിക്ക് ശേഷം സൗണ്ട് പോലും ഉണ്ടാക്കാൻ പാടില്ല, ഒരു പാട്ട് പോലും പാടാൻ പാടില്ല. പോലീസ് പിടിക്കും, അതാണ് നിയമം. ചേട്ടാ നിന്ന് കഥ പറയാതെ ഇരുന്നെങ്കിൽ ഇട്. എന്റെ പൊന്നെ മുതലാളി അങ്ങോട്ട് കൊടുത്തേക്കാന്ന്. അപ്പൊ ഹാപ്പി വിഷു. എന്താ കാലം പോയി പോക്കെ. നീ ഇതുവരെ പോയില്ലേ? ഞാനവിടെ പോവാൻ. എടാ ഇതുകൊണ്ട് വിൽക്കണോന്ന്. എന്റെ പൊന്നെ നീ കണക്ക് പറഞ്ഞില്ലല്ലോ മുതലാളി. കണക്ക് പറഞ്ഞുതരാം. ഇന്നലെ 250 ടിക്കറ്റ് നിനക്ക് ഞാൻ തന്നാണ്. അതിൽ 5000-ന് 1 അടി ഉണ്ടായിരുന്നു, 500-ന് 2 അടി ഉണ്ടായിരുന്നു, 100-ന് 3 അടി ഉണ്ടായിരുന്നു. ഇതിന്റെ പൈസ ഇങ്ങോട്ട് തന്നിട്ടില്ല നീ. ഇന്നലെ വൈകുന്നേരേ നമ്മളോട് കൂടി ഷെയർ ഇട്ട് റെഡി ഉണ്ടായിരുന്നു. ഷെയർ മുതലാളി തന്നില്ലല്ലോ. അത് അടുത്ത വിഷു ബമ്പറിന് കണക്ക് പറഞ്ഞാ പോരെ? അപ്പൊ ഞാൻ അപ്പോൾ തരാം. എടാ ഈ ടിക്കറ്റിന്റെ ഇന്ന് 3 മണിക്ക് നറുക്കെടുപ്പാണ്. നീ ഇതും കൊണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് കയ്യിലിരിക്കും പോവും. നീ കൊണ്ടുപോയി വിറ്റ് കാശാക്കടാ. ഫീൽഡിൽ പോടാ. 1 2 3 പൊട്ടി പൊട്ടി പൊട്ടി. നല്ല ശക്തി സാധനം പൊട്ടിക്കല്ലേ. ഓ എന്താ ശബ്ദം. ചീറ്റിപ്പോയി, പൊട്ടിയില്ല, മരുന്നില്ല. എനിക്ക് മടുത്ത്. പൊട്ടിക്കടി. എന്നാ പൊട്ടിക്കാൻ? ആൾക്കാരെ അറിയട്ടെ നമ്മൾ വിഷു ആഘോഷിക്കണം. വിഷു ആഘോഷിക്കണമെങ്കിൽ പടക്കം കത്തിച്ച് എറിഞ്ഞ് അത് പൊട്ടണം, അല്ലാണ്ട് ഈ കുപ്പി തല്ലിയല്ല വിഷു ആഘോഷിക്കണത്. ഞാൻ ആദ്യം മെഴുകിരി അങ്ങോട്ട് കിടത്ത്. ഞാൻ അത് കത്തി വെറുതെ ഉരുകി എനിക്ക് നഷ്ടം ഉണ്ടാക്കണം എന്തിനാണ്? ഓ ഇത്തവണെങ്കിലും ഈ മെഴുകുതിരി ഒന്ന് കത്തിക്കാൻ സമ്മതിച്ചല്ല. പടക്കം പൊട്ടിക്കടി, രണ്ടരക്കട വായിച്ചു വലിയങ്ങടെ എറിയടി. നാട്ടുകാരെ അറിയട്ടെ. ആൾക്കാർ ഇതിന്റെ ശബ്ദം എങ്ങനെയാണ് നല്ല സൗകര്യമില്ല. നാട്ടുകാർ മുഴുവനെ നമ്മൾ എങ്ങനെ പടക്കം പൊട്ടിക്കണം എന്നല്ല അവർ അറിയേണ്ടത്, അവർക്ക് ശബ്ദമാണ് കേൾക്കേണ്ടത്. ഈ ഓലപ്പടക്കം പൊട്ടണ സൗണ്ടും ഈ കുപ്പി പൊട്ടണ സൗണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. വിഷുവിന് എല്ലാ വീട്ടിലും കിടന്ന് കുപ്പി പൊട്ടും, ചില വീട്ടിൽ കിടന്ന് പടക്കം പൊട്ടും. എൻ്റെ പടക്കമേ 12 കൊല്ലായി നീ ഇയാളുടെ കാശുകൊണ്ട് ഇങ്ങോട്ട് കയറി വന്നിട്ട്. നിനക്ക് പൊട്ടാനോ കത്താനോ ഒന്നിനും യോഗമില്ല. എന്താ കാര്യമെന്നറിയാമോ? ലോകത്തിലെ ഏറ്റവും വലിയ പിശുക്കൻ്റെ കാശ് കൊടുത്താണ് നിന്നെ മേടിച്ചത്. അല്ലാതെ വല്ല നല്ല പാവപ്പെട്ടവരുടെ കയ്യിലായിരുന്നു നീ പോയിരുന്നെങ്കിൽ ഇപ്പം പണ്ടേക്ക് വേണ്ടേ നിനക്ക് ശാപമോഷം കിട്ടിയേനെ. എനിക്ക് അടുക്കളയിൽ ഒരുപാട് പണിയുണ്ട്. ഇന്ന് എൻ്റെ മോള് വന്ന ദിവസം നിങ്ങൾ ഇവിടെ ഇരുന്ന് തന്നെത്താ കുപ്പി അടിച്ചോട്ട് കഴിഞ്ഞു. ഇല്ല കിടക്കണ പടക്കവും പെറുക്കി വെക്ക്. 12 കൊല്ലം ഇല്ലേ ഇത്? ഇനി 26 കൊല്ലവും കൂടെ വെച്ചോണ്ടിരിക്കും. ഇതെടുത്ത് ആ ഫ്രിഡ്ജിനകത്ത് വെച്ചേക്ക്. സൗകര്യമില്ല. അടുത്ത കൊല്ലം ചൂടാക്കി പിന്നെയും പൊട്ടിക്കടി. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞ തുടിച്ചാർത്തി. എങ്ങോട്ടാണ് നിങ്ങൾ ഇതൊക്കെ ആയിട്ട്? ദൈവിലൊക്കെ ബെസ്റ്റ്. 5ന്റെ പൈസ തരില്ലട്ടെ ഇയാള്. അറുത്ത കൈക്ക് ഉപ്പിനേക്കാത്ത മനുഷ്യനാണ്. അത് സാരല്ലേട്ടാ, ഞങ്ങൾ പാട്ടുപാടി വാങ്ങിച്ചോളാം. എന്നാ ചേട്ടന്താ? എടാ ചില്ലറയൊന്നും ഇല്ലല്ലോടാ. നോട്ടായാലും മതി. നോട്ടാ? അത് ഞാൻ തരില്ലേട്ടാ. മാറിക്കേ മാറിക്കേ. ചേട്ടോ ചേട്ടനെ നോട്ട് ചെയ്തിട്ടാ.
ഇത് ചില്ലറ പൈസ ആണല്ലത്. 10, 20, 30, 40, 50, 60, 70, 80, 90, 98, 99. 99 രൂപ എടുത്തിട്ടുണ്ട്. ബാക്കി 100 രൂപ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചേട്ടന് പൈസക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് പറയണം കേട്ടാ. വാടി, ദേ ഇതും കൂടെ എടുത്തു. വന്നില്ലേക്ക് എന്ത് നിപ്പാണ് നിക്കണത്? ഞാൻ പറഞ്ഞോ വേണ്ടെന്നൊക്കെ ആലോചിക്കട്ടെ. എന്താലോചിക്കട്ടെ? എത്ര കൊല്ലമായി തുടങ്ങിയിട്ട് ഇതൊരു മാറിയില്ലേ? ഇത് മാറാനായിട്ട് നല്ലൊരു ദിവസമായിട്ട് ആൾക്കാരൊക്കെ കാണുന്നു. വന്നേ, അകത്തേക്ക് വന്നേ. ഒരു മരുമോന്റെ വില തരാത്ത വീട്ടിലേക്ക് വന്നൊന്നും വലിയ താല്പര്യം ഇല്ല. നിങ്ങക്ക് ഞാൻ വില തന്നില്ലേ? പിന്നെന്താണ്? വന്നേ, അകത്തേക്ക് വന്നേന്ന്. വാ, നീ ചെല്ലടി, ഞാൻ വന്നേക്കാം. എന്താണെങ്കിലും നീ എനിക്ക് തരാനുള്ള പൈസ കൃത്യമായിട്ടുള്ള കണക്ക് എൻ്റെ ഉണ്ടെന്ന്. നീ എന്തൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാമല്ലോ. അതിനെന്താണ് ഇപ്പോൾ 100 രൂപ, 100 രൂപക്ക് കോള മേടിച്ച്, 50 രൂപ മിച്ചർ മേടിച്ചത്, 25 രൂപ അച്ചാർ മേടിച്ചത്, മൊത്തം 175 രൂപ നീ എനിക്ക് തരാനുണ്ട്. ആ അല്ല, നീ സാധനം മാത്രം മേടിക്കാൻ പൈസ പോരാ, ടച്ചിങ്സ് മേടിച്ചതിൻ്റെ പൈസ കൊണ്ട് കൊടുക്കണേ. അത് പഠിക്കണം ആദ്യമേ. എപ്പോൾ തരും നീ? ആ ഓക്കെ. ആ എന്താണ് വിറ്റ് തീർന്നില്ലേ ഇത്? മുതലാളി കോൾ അടിച്ചില്ല. അവൻ പിന്നെ കോള മേടിച്ചാ ഞാൻ അറിയാണ്ട്. നമ്മളെ മറ്റേ പിശുക്കൻ കൃഷ്ണചേട്ടനില്ലേ, അങ്ങനെ മരുമോന്റെ അനിയത്തി ഉണ്ടല്ലോ മുതലാളി പറയണെന്ന് വെച്ചാ അവള് വന്നിട്ടുണ്ട്. നീ കണ്ട? ഞാൻ കണ്ടു മുതലാളി. എന്റെ പൊന്നെ, എനിക്കറിയാം അവള് വിഷു ആകുമ്പോ വരുമെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ അതുകൊണ്ടല്ലേ ഫേഷ്യലൊക്കെ ചെയ്ത് കുട്ടപ്പനായിട്ട് കിടക്കണത്. മുതലാളി സുന്ദരനല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ജസ്റ്റ് മിസ്സായിരുന്നു. അമ്പലത്തിൽ ഉത്സവത്തിന് ചെന്നപ്പോ ഞങ്ങൾ പറ്റ എത്തിയതാണ്. എന്നിട്ട് ഞാൻ നമ്പർ മേടിക്കാൻ വേണ്ടി ഞങ്ങളുടെ ചെല്ലലും അവളുടെ ചേട്ടൻ വന്ന് വട്ടം വന്ന് വീണു. എന്തായാലും ഇത്തവണ ഞാൻ നമ്പർ മേടിച്ചിരിക്കും, അത് അവളെ വിളിച്ചിരിക്കും. ഞാനുണ്ട് മുതലാളി, നമുക്ക് ഇപ്പൊ തന്നെ പോയാലോ? സമയം കളയണ്ട. വന്നില്ലേ? അല്ല വരാ. വാ, അകത്തോട്ട് വാ. അകത്തോണ്ടോ ആളുണ്ടോ? വീശിക്കൊണ്ടിരിക്കണേ. അടിയും തുടങ്ങിയ? അയ്യോ, അതല്ല, ചൂടെടുക്കണം പറഞ്ഞോണ്ടേ തുണിയൊക്കെ ഉരിഞ്ഞു കളഞ്ഞിട്ട് പേപ്പർ എടുത്ത് വീശിക്കൊണ്ടിരിക്കണേ. ആ ഫാനിടാൻ പാടില്ലായിരുന്നു പുള്ളിക്ക്. ഫാനിട്ടാ കറണ്ട് ബില്ല് മോൻ കൊടുക്കുവാ, അങ്ങേര് കൊടുക്കണ്ടേ? ഇതുവരെ ഒരു കുറവുമില്ലല്ലേ ഇതിന് പിശുക്കിന്? വാ, കഞ്ഞി കുടിക്കാം. കഞ്ഞിയാ? ആ, വിഷുക്കഞ്ഞി. വിഷുവിന് കഞ്ഞിയാണ്? അല്ല, വിഷുക്കഞ്ഞി എന്ന് പറയണ തേങ്ങാപ്പാലൊക്കെ ഇട്ട് നല്ല രുചിയായിട്ടുണ്ടാക്കണ കഞ്ഞി. അല്ലാതെ പേപ്പറെ കഞ്ഞിയുടെ പടം വരച്ച് വെച്ചിട്ട് എനിക്ക് തന്നുവിടുവല്ലോ. അയ്യോ അല്ല, മോന് വിഷുക്കഞ്ഞി ഇഷ്ടമല്ലെങ്കിൽ സദ്യ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു തരം പായസം ഉള്ളു കേട്ടാ. ആ 1, 2 ഒന്നും എനിക്ക് വിഷയമല്ല, എന്തായാലും ഉണ്ടായാ മതി. വാ മോനെ, കാണുമ്പോ. വാ. കറിയൊക്കെ ഇഷ്ടപ്പെട്ട മോനെ? നല്ലൊരു ദിവസമായിട്ട് വിഷുവല്ലേ, അപ്പൊ ഒരു തൂച്ചിനയിലൊക്കെ കുറച്ച് സദ്യ വിളമ്പായിരുന്നു. ഈ പ്ലാസ്റ്റിക് പാത്രത്തിൽ വിളമ്പേണ്ട കാര്യമില്ലായിരുന്നു. അത് മോനെ, തമിഴന്റെ ഇല മേടിച്ച 5 രൂപയാവും, മലയാളിയുടെ ഇല മേടിച്ച 10 രൂപയാവും. അച്ഛൻ പറഞ്ഞു വെറുതെ ഇലക്ക് കാശ് കളയണ, എന്തിനാ ഉള്ള പ്ലേറ്റ് കഴുകി എടുത്താൽ മതി. ഈ പിശുക്ക് ഇതുവരെ മാറിയില്ലേ? അതെങ്ങനെ മാറും മോനെ? അമ്മേ, ഞാനിവിടെ കല്യാണം കഴിക്കുമ്പം എനിക്ക് 10 സ്ത്രീധനം കിട്ടിയത്. അല്ല മോൻ അന്ന് അതല്ലേ ചോദിച്ചത് ഞങ്ങള് തന്നല്ല. തന്നു. ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ പിന്നെ ഒരു ഗവൺമെൻറ് എംപ്ലോയിയാണ്, ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. ഇപ്പം എനിക്ക് വേണമെങ്കിൽ 50 പവനും 50 ലക്ഷം രൂപയും ചോദിക്കാം. ഒറ്റ മകളല്ലേ ഉള്ളൂ. ഇത് ആർക്ക് വേണ്ടി അതൊക്കെ സൂക്ഷിച്ച് വെച്ചേക്കുന്നു? എനിക്ക് കൊണ്ടൊരു കൂടപ്പുറപ്പ്, ഞാൻ അതിനെ പറഞ്ഞു വിടണ്ടേ? അപ്പൊ ഇവിടുന്ന് എന്തെങ്കിലും കിട്ടിയാലേ എൻ്റെ കൂടപ്പുറപ്പിൽ എനിക്ക് പറഞ്ഞു വിടാൻ പറ്റുള്ളൂ. അത് തരണം, അല്ല പിശുക്കിട്ട് കാര്യമില്ല കേട്ടോ. അത് പറഞ്ഞിട്ട് എനിക്ക് ദഹിക്കൂല, അതുകൊണ്ട് ഞാൻ പറഞ്ഞോ. ഒന്നും മിണ്ടാതിരിക്കുന്നു, കഴിക്കാൻ നോക്ക്. കണ്ടാച്ച വിഷമിച്ച് പോയി. എന്ത് വിഷമം? വിഷമം നോക്കട്ടെ മോനെ, അച്ഛനെ ഇത് കൂടുതലാ അങ്ങേർക്ക്. അല്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചെയ്യിക്കാം. മോനൊന്ന് സമാധാനപ്പെട്. അമ്മ ഒന്ന് ചെയ്യിക്കമ്മ, എന്നല്ലേ നടക്കുള്ളൂ. ചെയ്യിക്കാം മോനെ, ഉറപ്പായിട്ടും ചെയ്യിക്കാം. അവിടെ
കണ്ട് ഏ പരിസരത്ത് വേറെ ആരെങ്കിലും ഉണ്ടാന്ന് നോക്ക്. അത് ഞാൻ നോക്കാം മുതലാളി, എന്താന്ന് വെച്ചാൽ ചോദിക്കും. ഫോൺ നമ്പറാണ് മുതലാളി ചോദിക്കണത്. എന്തായാലും പറയണ്ടല്ലടാ. ഫോൺ നമ്പർ ചോദിക്കണാണ്, എഴുതി കൊടുക്ക്. എന്റെ നമ്പറാ? ആ എഴുതി കൊടുക്കാനായിട്ട് ഈ ലോട്ടറി പേപ്പർ ഇല്ലല്ലോ. എഴുതി കൊടുക്ക്. സ്കൂളിൽ പഠിക്കുമ്പോഴേ ഉണ്ടാക്കി പഠിക്കണമായിരുന്നു കേട്ടാ. വരാനുള്ളവർക്കൊക്കെ വരാം. എനിക്കിങ്ങനെ അച്ചുവെട്ടി കെട്ടിക്കിടക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് കേട്ടോ. നിന്നെയൊക്കെ പോറ്റാനുള്ള വക എനിക്കുണ്ട്. ഇതെന്താണ് ഇറങ്ങി വന്നില്ലെങ്കിൽ വാടി. എന്റെ പൊന്നു മോനെ, ഇന്ന് വിഷുവായിട്ട് നിങ്ങൾക്ക് പോണോ? ഇന്ന് ഒരു ദിവസം ഇവിടെ അന്തി ഉറങ്ങിട്ട് നാളെ പോകാം. എന്തെങ്കിലും ഒരു പരിഹാരം ഞാൻ ഉണ്ടാക്കാം. അങ്ങേരുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ എനിക്ക് പറ്റൂല. പക്ഷെ അങ്ങനെ പറയരുത്. ഞാൻ എന്റെ കൊച്ചിനെ പേരക്കിടാവിനൊക്കെ ഒന്ന് കണ്ടില്ല. തള്ള ഒരു കാര്യം പറഞ്ഞേക്കാം, സ്നേഹമുള്ളതുകൊണ്ട് പറഞ്ഞ. ഓണം, വിഷു, ക്രിസ്മസ്, ബക്രീദ് ആഘോഷങ്ങൾ ഏതും ആയിക്കോട്ടെ, പക്ഷെ ഇനി ഈ വീട്ടിൽ ഈ മരുമകൻ വരൂല. എല്ലാം കേട്ടു മോനെ. നിന്റെ പരസ്യം കേൾക്കാൻ വേണ്ടിയിട്ടല്ല എൻ്റെ മോളെ ഞാൻ നിനക്ക് തന്നത്. സമാധാനത്തോടെ സന്തോഷത്തോടെ അവൾ കഴിയാൻ വേണ്ടിയിട്ടാണ് നിന്റെ കയ്യിലേക്ക് തന്നത്. അന്ന് മോൻ എന്ത് ചോദിച്ചു? ആ സ്ത്രീധനം, ആ സാമ്പത്തികം ഞാനൊക്കെ തന്നു. ഇനി എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ വഴക്കം വെക്കാനോ ഒന്നും വേണ്ട. മനസ്സറിഞ്ഞ് തരുന്ന എന്ത് ഇരുന്നോട്ടെ. ചെക്കല്ല എന്താ 40 രൂപയുടെ ലോട്ടറി ടിക്കറ്റ്? അച്ഛൻ്റെ പുതിയ അടവ് കൊള്ളാം. എന്നിട്ട് 40 രൂപയുടെ ലോട്ടറി ടിക്കറ്റ് വന്നിട്ട് പറ്റിക്കുക. മോനെ, ആ 40 രൂപയുടെ ലോട്ടറി ടിക്കറ്റ് ആണ്. അതിന്റെ വാല്യൂ എന്താണെന്ന് മോൻ മൊബൈലിൽ ഒന്ന് ചെക്ക് ചെയ്യും. ഇന്നത്തെ ടിക്കറ്റാ ഒന്ന് ചെക്ക് ചെയ്യും. എന്നിട്ട് അച്ഛനെ നോക്ക്. എന്ത് ചെക്ക് ചെയ്യും മോനെ. ഞാൻ നോക്കട്ടെ. മോൻ ചെക്ക് ചെയ്യും. ടിക്കറ്റ് വന്ന് ഇനിയും ഇനി അവസാനത്തെ വരവാണേ. ഞാനതാ ഞാൻ സ്കാൻ ചെയ്ത് നോക്കട്ടെ. മോനെ ഒന്ന് ചെക്ക് ചെയ്യും. എന്തുകൊണ്ട്? അയ്യോ, ഫസ്റ്റ് പ്രൈസ് 70 ലക്ഷം. അച്ഛാ 70 ലക്ഷം. നറുക്ക് വീണത് നിന്റെ പെങ്ങക്ക, അടിച്ചത് എനിക്ക്. പക്ഷെ അതിന്റെ ഗുണം കിട്ടണമെന്ന് നിനക്ക്. എല്ലാം ഞാൻ നിന്നെ ഏൽപ്പിക്കുക. ഇതിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് നീ ബാർഗൻ ചെയ്ത് ആ പൈസ നീ എടുക്കുക. മിച്ചമുള്ള പൈസ കൊണ്ട് നീ നിന്റെ പെങ്ങളുടെ കല്യാണവും ഭംഗിയായിട്ട് നടത്തുക. കാര്യം, നാളെ ഇവിടെ കെട്ടാൻ പോകുന്നവൻ നിന്റെ വീട്ടിൽ വന്നിട്ട് ഇതുപോലത്തെ മണഗുണാഞ്ചനെ പോലെ അവിടെ കിടന്ന് ബാർഗൻ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കരുത്. ചെലിയലി സന്തോഷോടിക്കണ്ട മോനെ. ഈ ശ്രീധരൻ ഒരു നല്ല ഏർപ്പാടല്ലട്ടാ. ഇട്ടുമൂടാനുള്ള സ്വത്തുണ്ടായിട്ടും 10 പൈസ ശ്രീധരൻ വാങ്ങാതെ ഇവിടെ ഞാൻ കെട്ടിയത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയോ? അത് ഞാൻ ഒറ്റ മോളായതുകൊണ്ട്.